ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അടിസ്ഥാന പാഠാവലിയുടെ 1-2 ചോദ്യ പേപ്പേഴ്സ് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ചാനലിലുണ്ടായിരിക്കും STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ്, അതിൽ കയറി നോക്കുക കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അമ്പരം തൊട്ടു നിൽക്കുന്ന മരങ്ങൾ, പടർന്നു പന്തലിച്ച വള്ളിച്ചെടികൾ, കളകളം പാടി ഒഴുകുന്ന ചോലകൾ, ചില ഭാഗങ്ങളിൽ ഇരുൾ മൂടിക്കിടക്കുന്നു, ചില്ലകളിൽ ചാടിമറിയുന്ന കുരങ്ങുകൾ, ചിലച്ചു പാറി പറക്കുന്ന കിളികൾ, മൃഗങ്ങളുടെ മുരൾച്ച, ചന്തമുള്ള ചിത്രശലഭങ്ങൾ, കാട്, അതിന്റെ ചന്തമൊന്ന് വേറെ തന്നെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ചോദ്യം 1, എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നാട്, കാട്, കൊട്ടാരം, നദി. കാടിനെ കുറിച്ചാണ് പറയുന്നത്. ചോദ്യം 2, അമ്പരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആകാശം, കായൽ, ഇരുൾ, ചോലകൾ. ആകാശം എന്നാണ് അമ്പരം എന്ന വാക്കിന്റെ അർത്ഥം. ചോദ്യം 3, മൃഗങ്ങളുടെ ശബ്ദത്തെ ഏത് പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അമ്പരം, ചന്തം, മുരൾച്ച, പന്തലിച്ച. മുരൾച്ച എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം 4, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ചോലകൾ ഒഴുകുന്നു, 2 കിളികൾ പാട്ടുപാടുന്നു, 3 കുരങ്ങുകൾ ചാടിമറിയുന്നു. ഇതിൽ 3 ശരിയാണ്, 3 തെറ്റാണ്, 1 2 ശരിയാണ്, 1 3 ശരിയാണ് എന്നീ ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ 1 3 ശരി. കിളികൾ പാട്ടുപാടുന്നു എന്നത് നമുക്ക് പറയാം, പക്ഷെ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്ത് കിളികൾ പാട്ടുപാടുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചിലച്ചു പാറിക്കളിക്കുന്ന കിളികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം 5, ചന്തമുള്ള ചിത്രശലഭങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എ, ചിത്രശലഭങ്ങൾ വേഗതയേറിയവയാണ്, അവ കളകളം പാടുന്നവയാണ്, അവ ചാടിമറിയുന്നു, അവ സുന്ദരങ്ങളാണ്. അവ സുന്ദരങ്ങളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവർത്തനം 2, പോസ്റ്റർ. ഡിസംബർ 20-ന് സ്കൂളിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ബോർഡറൊക്കെ വരച്ച് അതിനനുസരിച്ചുള്ള ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. കരിമണ്ണിൽ AUP സ്കൂൾ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 20 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടത്തുന്ന പരിപാടികളാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. ക്രിസ്മസ് ട്രീ ഒരുക്കൽ, കരോള്, കേക്ക് മുറിക്കൽ, ഗാനസദസ്സ്. ഏവർക്കും സ്വാഗതം. ഇതിലെ ചോദ്യം B, കാശ്മീർ കാഴ്ചകളെ കുറിച്ച് ചിത്രം വരച്ച് കുറിപ്പ് തയ്യാറാക്കിയത് ആരാണ്? അബു എബ്രഹാം, വിക്ടർ ജോർജ്, ബാലഭാസ്കരൻ, റസാഖ് കോട്ടയ്ക്കൽ. അബു എബ്രഹാം ആണ് കാശ്മീർ കാഴ്ചകളെ കുറിച്ച് ചിത്രം വരച്ച് കുറിപ്പ് തയ്യാറാക്കിയത്. ഇതിലെ ചോദ്യം C, താഴെ കൊടുത്ത ഏതൊക്കെ പ്രസ്താവനകളാണ് ഫോട്ടോഗ്രഫിയെ കുറിച്ച് ശരിയായിട്ടുള്ളത്? 1, അവ വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും കൂട്ടിണക്കുന്ന കണ്ണിയാണ്. 2, നമ്മൾ ശ്രദ്ധിക്കാത്തതും അവ പിടിച്ചെടുക്കും. 3, വരകൾ കൊണ്ട് കാഴ്ചയെ ആവിഷ്കരിക്കാൻ കഴിയും. 1 മാത്രം ശരി, 1 2 ശരി, 3 ശരി, 1 3 ശരി. 1 2 ശരിയായിട്ടുള്ളത്, അതായത് ഓപ്ഷൻ B ആണ് ശരി. ചോദ്യം 3, ചുവടെ കൊടുത്തിരിക്കുന്ന 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 3A എന്താണ് നോക്കൂ, നമുക്ക് കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ട്, സൂചനകൾ നോക്കൂ. കരിമണ്ണിൽ AUP സ്കൂൾ നാടകോത്സവം 16-12-2025 സ്കൂൾ ഹാളിൽ പ്രശസ്ത നാടകകൃത്ത് രാജു എബ്രഹാം ഉദ്ഘാടനം. 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഏകപാത്ര നാടകങ്ങൾ, സംവിധാനം രാജൻ കൈരളി. മുകളിൽ കൊടുത്ത പരിപാടിയുടെ പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ ഇതൊരു നാടകോത്സവത്തെ കുറിച്ചാണല്ലേ. അപ്പൊ നമുക്ക് ആദ്യം പത്രവാർത്തയ്ക്ക് ഒരു തലക്കെട്ട് വേണം. നാടകോത്സവം സംഘടിപ്പിച്ചു. കരിമണ്ണിൽ AUP സ്കൂളിൽ സംഘടിപ്പിച്ച നാടകോത്സവം പ്രസിദ്ധ നാടകകൃത്ത് രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സംവിധായകനായ രാജൻ കൈരളി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 6ാം ക്ലാസ്സിലെ വിവിധ കുട്ടികൾ ഏകപാത്ര നാടകങ്ങൾ അവതരിപ്പിച്ചു. സംവിധായകനായ രാജൻ കൈരളിയാണ് നാടകങ്ങൾ സംവിധാനം ചെയ്തത്. ഇതിലെ B ചോദ്യം, 3-ൽ B ചോദ്യം നോട്ടീസാണ്. മുകളിലെ പരിപാടിയുടെ അഭ്യർത്ഥന, കാര്യപരിപാടി ഇവ അടങ്ങിയ നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോഴും നമ്മളൊരു ബോർഡറൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കൂ, പ്രിയരെ, നമ്മുടെ വിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകങ്ങൾ ഡിസംബർ 12-ന് അരങ്ങേറുകയാണ്. പ്രസിദ്ധ നാടകകൃത്ത് രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും.
പ്രധാന അധ്യാപകൻ പ്രവീൺ മാഷ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് മാലതി PK അധ്യക്ഷത വഹിക്കും. നാടകങ്ങൾ സംവിധാനം ചെയ്ത രാജൻ കൈരളി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. തുടർന്ന് വിവിധ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകങ്ങളും അരങ്ങേറുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് ഹെഡ്മാസ്റ്റർ. ഇനി ഇതിലേക്കുള്ള കാര്യപരിപാടികൾ കൂടെ എഴുതി കൊടുക്കണം. കാര്യപരിപാടികൾ: സ്വാഗതം പ്രവീൺ പ്രധാന അധ്യാപകൻ, അധ്യക്ഷത മാലതി PK, ഉദ്ഘാടനം രാജു എബ്രഹാം നാടകകൃത്ത്, ആശംസകൾ രാജൻ കൈരളി നാടക സംവിധായകൻ, നന്ദി ആരുഷ് സ്കൂൾ ലീഡർ. നാലാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്ന 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ആദ്യം 4A താരതമ്യ കുറിപ്പാണ്. ചിത്രവും താഴെ നൽകിയ JCBയുടെ ആത്മകഥവും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. നോക്കൂ, JCB പറയുന്നത് എന്താണ്? എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്ത ഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കും. ഇവിടെ മണ്ണിടിക്കുകയാണല്ലേ, മണ്ണിടിച്ച് നിരത്തുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത്. മണ്ണ് ആവശ്യമുള്ളവർ ഏറെയാണ്. ചിലർക്ക് മണ്ണ് വീട് കെട്ടാനായിരിക്കും, ചിലർ അവരുടെ പറമ്പിൽ നിന്ന് എടുക്കുകയായിരിക്കും. പക്ഷെ ചിലർ പാടം മണ്ണിട്ട് തൂർക്കാൻ വലിയ കുന്നുകളെ ഇടിച്ചു നിരത്തുന്നു, പാറകളെ അവിടെ ഉപേക്ഷിക്കും. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകും. പാറയും മണ്ണും ഒലിച്ച് ചില പ്രദേശങ്ങളിലെ വീടുകളും മനുഷ്യരും മണ്ണിനടിയിലാവും. ശാപമൊക്കെ പാവം JCBക്ക്. മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളാണ് ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് അഭികാമ്യം. ചിത്രത്തിൽ കാണുന്നത് പോലെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് പ്രകൃതിക്ക് ദോഷകരമാണ്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ആത്മകഥത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്തതിനെ കുറിച്ച് വിലപിക്കാറുണ്ട്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം ശാശ്വതമല്ല. അതിനാൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി ചൂഷണങ്ങളും ഇല്ലാത്ത നല്ലൊരു നാളെയെ നമുക്ക് സ്വപ്നം കാണാം. നാലാമത്തേതിലെ B ചോദ്യം: മുകളിലുള്ള ചിത്രവും താഴെ നൽകിയ വിവരണവും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി. കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്നിളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മോങ്ങിക്കൊണ്ടിരുന്നു. കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു. വേലികളൊന്നുമില്ലാത്തതിനാൽ ചിലവ ആ ഘോര ശബ്ദത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു. പക്ഷികൾ പല പല ശബ്ദാരവങ്ങളോടെ കാട്ടിലേക്ക് പറന്നു. ഇതൊരു സാങ്കല്പിക വിവരണരേഖ ബാലഭാസ്കരന്റേതാണ് കേട്ടോ. അപ്പൊ ഒരു പ്രളയം വരുന്നതിന് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിത്രം ഏതാണ് നോക്കൂ. ചിത്രം കണ്ടോ മക്കളെ? ബാലഭാസ്കരന്റെ ചിത്രത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാം. അവിടെ മുകളിലേക്ക് കയറി പോകാവുന്ന കോണിപ്പടികളും കാണാം. സാധനങ്ങൾ പോർട്ടർമാർ കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. ഏറ്റവും പഴയകാല റെയിൽവേ സ്റ്റേഷനെ കുറിച്ചും ആവി എഞ്ചിൻ വഹിക്കുന്ന തീവണ്ടിയെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ടെങ്കിലും അവയൊന്നും ചിത്രത്തിലില്ല. മാത്രമല്ല ഒരു പുതിയ കാലത്തെ ചിത്രം പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയായാലും വരകളിലൂടെ എല്ലാം മനസ്സിലാക്കി തരാൻ ചിത്രത്തിനാവുന്നുണ്ട്. ബാലഭാസ്കരന്റെ ഒരു സാങ്കല്പിക വിവരണ രേഖയിൽ ചിത്രങ്ങളില്ലെങ്കിലും എഴുത്തിലൂടെ എല്ലാ രംഗങ്ങളും നമ്മുടെ കണ്ണുകളിലേക്കും മനസ്സിലേക്കും കൊണ്ടുവരാനായും സാധിക്കുന്നുണ്ട്. പ്രവർത്തനം 5: വായനാനുഭവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കഥയുടെയോ കവിതയുടെയോ വായനാനുഭവം തയ്യാറാക്കുക. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ് ബാല്യകാല സഖി. എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ആത്മകഥാംശമുള്ള ഈ കൃതി മജീദിന്റെയും സുഹറയുടെയും നിഷ്കളങ്കമായ ബാല്യകാല സൗഹൃദത്തിന്റെയും തീവ്രമായ പ്രണയത്തിന്റെയും കഥയാണ്. കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന മജീദും സുഹറയും പരസ്പരം അകലുകയും പിന്നീട് പ്രണയികളായി വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിഴൽ വീശുന്നു. പണമുണ്ടാക്കി സുഹറയെ വിവാഹം കഴിക്കാനായി മജീദ് നാടുവിടുന്നു. വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തുമ്പോൾ സുഹറയുടെ ദുരിതവും തുടർന്നുണ്ടാകുന്ന ദാരുണമായ അന്ത്യവുമാണ് കഥയുടെ കാതൽ. ബഷീറിന്റെ ലളിതവും ഹാസ്യാത്മകവുമായ ഭാഷയാണ് ഈ നോവലിന്റെ പ്രധാന ആകർഷണം. സാധാരണക്കാരന്റെ സംസാര ഭാഷയെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ശൈലി വായനക്കാരെ വേഗത്തിൽ ആകർഷിക്കുന്നു. ദാരിദ്ര്യം, സാമൂഹിക സാഹചര്യങ്ങൾ, സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങൾ ബഷീർ ഈ നോവലിൽ വരച്ചു കാട്ടുന്നു. നോവലിന്റെ ആദ്യ ഭാഗം ചിരിപ്പിക്കുകയും ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ രണ്ടാം പകുതി ഹൃദയഭേദകമായ അനുഭവമാണ് നൽകുന്നത്. മജീദിന്റെ പ്രണയവും സുഹറയുടെ നിസ്സഹായതയും വായനക്കാരെ ദുഃഖിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. ഇത് വായിച്ച് കണ്ണുനീർ പൊഴിക്കാത്തവർ വിരളമായിരിക്കും എന്ന് നോവലിന്റെ തുടക്കത്തിൽ ബഷീർ തന്നെ പറയുന്നുണ്ട്. ബാല്യകാല സഖി വെറുമൊരു കഥയല്ല, അത് മനുഷ്യബന്ധങ്ങളുടെ ആഴവും ജീവിതത്തിന്റെ നൈമിഷികതയും സ്നേഹബന്ധങ്ങളുടെ വിലയും മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസിക് കൃതിയാണ്. പ്രവർത്തനം 6: ആസ്വാദനക്കുറിപ്പ്.
ചെമ്പരത്തിപ്പൂവ് എന്നൊരു കഥയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നേരം പുലർന്നു. പൂവ് ചിരിക്കാൻ തുടങ്ങി. ഇളം ചുവപ്പ് നിറമുള്ള ചെമ്പരത്തിപ്പൂവ്. പുഞ്ചിരിക്കാൻ മാത്രമേ അതിനറിയുള്ളൂ. ഒരു കൊച്ചു പൂമ്പാറ്റ പൂവിൽ വന്നിരുന്ന് തേൻ നുകർന്നു. പൂവ് പൂമ്പാറ്റയുടെ കാതിൽ എന്തോ പറഞ്ഞു. ഞാൻ അടുത്തു ചെന്നു. ഒരു കാറ്റ് വന്നപ്പോൾ പൂവ് എന്നോട് കഥ പറയാൻ തുടങ്ങി. എത്രയെത്ര കഥകൾ! കഥ പറഞ്ഞു പറഞ്ഞു നേരം സന്ധ്യയായി. ഇനി നാളെയാവട്ടെ, പൂവ് പറഞ്ഞു. പിറ്റേന്ന് ഉറക്കമുണർന്നയുടനെ ഞാൻ പൂവിനെ കാണാനോടി. ഒരു ചെറു നിലവിളി മാത്രമേ അവിടെ എന്നെ തേടിയെത്തിയുള്ളൂ. നിപുൺ കെ എഴുതിയതാണ്. കഥ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നിപുൺ കെ എഴുതിയ ഒരു കൊച്ചു കഥയാണ് ചെമ്പരത്തിപ്പൂവ്. ഈ കൊച്ചുകഥ ഒരു ചെമ്പരത്തിപ്പൂവിനോട് അടുപ്പമുള്ള ഒരു കഥാപാത്രത്തിന്റെ ഹൃദയസ്പർശിയായ അനുഭവമാണ് വായനക്കാരിലേക്ക് എത്തിക്കുന്നത്. ലളിതമായ ഭാഷയും മനോഹരമായ ബിംബകൽപ്പനകളും ഈ രചനയെ ആകർഷകമാക്കുന്നു. കഥയിലെ കേന്ദ്രബിന്ദു ഇളം ചുവപ്പ് നിറമുള്ള ചെമ്പരത്തിപ്പൂവാണ്. പുഞ്ചിരിക്കാൻ മാത്രമേ അതിനറിയുള്ളൂ എന്ന പ്രയോഗം പൂവിന്റെ നിഷ്കളങ്കതയും സന്തോഷവും എടുത്തു കാണിക്കുന്നു. പൂവിന്റെയും കഥാപാത്രത്തിന്റെയും സൗഹൃദം ഏറെ ശ്രദ്ധേയമാണ്. ഒരു പൂമ്പാറ്റ വന്ന് തേൻ നുകരുമ്പോൾ പൂവ് അതിന്റെ കാതിൽ രഹസ്യം പറയുന്നത് പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹാരിത വ്യക്തമാക്കുന്നു. ഒരു കാറ്റ് വന്നപ്പോൾ പൂവ് എന്നോട് കഥ പറയാൻ തുടങ്ങി എന്ന ഭാഗം കഥാപാത്രത്തിന്റെ ഭാവനയുടെ ലോകത്തെയും പൂവുമായുള്ള ആഴത്തിലുള്ള ആത്മബന്ധത്തെയും സൂചിപ്പിക്കുന്നു. അവർ എത്രയെത്ര കഥകളാണ് പങ്കുവെക്കുന്നത്. പറഞ്ഞു പറഞ്ഞു നേരം സന്ധ്യയാകുന്നതുവരെ അവർ ആ സൗഹൃദം ആസ്വദിച്ചു. സന്തോഷകരമായ ഈ സൗഹൃദത്തിന് പെട്ടെന്നൊരവസാനമുണ്ടാകുന്നു. പിറ്റേന്ന് രാവിലെ പുതിയ കഥകൾ കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഓടിച്ചെല്ലുന്ന കഥാപാത്രത്തെ കാത്തിരിക്കുന്നത് ഒരു ചെറു നിലവിളിയാണ്. ഈ ഭാഗം ജീവിതത്തിന്റെ നശ്വരത എന്ന വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പൂക്കൾക്ക് ആയുസ് കുറവാണ്. ഇന്നലെ കഥകൾ പറഞ്ഞു ചിരിച്ച പൂവ് ഇന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. ആ നിലവിളി പൂവിൻ്റേതു മാത്രമല്ല, ഒരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ ദുഃഖം കൂടിയാണ്. പ്രകൃതിയെ സ്നേഹിക്കാനും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കാനും ഈ കൊച്ചു കഥയ്ക്ക് സാധിക്കുന്നു. ആകർഷകമായ തുടക്കവും പൂവ് ചിരിക്കാൻ തുടങ്ങി എന്ന തുടക്കം, വികാരഭരിതമായ ഒടുക്കവും ചെറുനിലവിളി എന്ന പ്രയോഗം ഈ കഥയെ വായനക്കാരുടെ മനസ്സിൽ നിലനിർത്തുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെയും വേർപാടിന്റെ വേദനയുടെയും മനോഹരമായ ആവിഷ്കാരമാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാട്ടോ മക്കളെ ഈ ഒരു ചോദ്യപേപ്പറിന്റെ സെറ്റിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്